ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം ആയുധമാക്കി പി.വി. അൻവർ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് പി.വി. അൻവർ ഉയർത്തിയത്. മുഖ്യമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്ന പി.വി. അൻവറിന്റെ നീക്കം CPM-നും തലവേദനയാകുന്നുണ്ട്. അതേസമയം ഇന്നും നാളെയും പി.വി. അൻവർ പ്രഖ്യാപിച്ചിരുന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനങ്ങൾ റദ്ദാക്കി. കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഡോക്ടർമാർ വിശ്രമം ആവശ്യപ്പെട്ടതിനാലാണ് പരിപാടികൾ റദ്ദാക്കിയതെന്നാണ് പി.വി. അൻവർ വ്യക്തമാക്കിയത്. മാധ്യമങ്ങളെ കാണാൻ ഇന്നും പി.വി. അൻവർ തയ്യാറായേക്കുമെന്നും വിവരമുണ്ട്. ശരത് SS-ഉം ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ആദ്യം ശരത്തിലേക്ക്. ശരത്ത്, എന്തായാലും ഒരു മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം, മലപ്പുറം പരാമർശം, അതൊരു വലിയ ആയുധമാക്കി തന്നെയാണ് പി.വി. അൻവർ മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണ യോഗങ്ങളിലെല്ലാം ഒരു വലിയ ജനപങ്കാളിത്തം ഉണ്ടായതൊക്കെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വലിയ ആയുധമാക്കി തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, ഒപ്പം പി.വി. അൻവറിന്റെ നീക്കം, അതൊക്കെ CPM-ന് ഒരു വലിയ തലവേദന കൂടി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾ, പി.വി. അൻവറിന്റെ നീക്കങ്ങൾ, അതെങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ശ്രുതി തുളസി. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആരോപണം പുതിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പി.വി. അൻവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇക്കാര്യം തന്നെ ഉന്നയിച്ചാണ് പി.വി. അൻവർ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതായത് RSS നടത്തിവരുന്ന മലപ്പുറം ജില്ലയ്ക്കെതിരെ RSS നടത്തിവരുന്ന ആക്ഷേപങ്ങളുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്നുള്ളതാണ് പി.വി. അൻവറും പറയുന്നത്. നേരത്തെ ഇന്നലെ കോഴിക്കോട് നടന്ന പ്രസംഗത്തിൽ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൗഹാർദ്ദത്തിൻ്റെ കടക്കിൽ കത്തിവെക്കാനുള്ള RSS ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലായിരുന്നു ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പി.വി. അൻവർ ഈ ഒരു വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ രീതിയിൽ ഈ വിഷയം വരും ദിവസങ്ങളിലും സജീവമാക്കുകയാണ് പി.വി. അൻവർ ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ പി.വി. അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാര്യത്തിന് പുറമെ ഇത്തരമൊരു ഈ അഭിമുഖം ഹിന്ദു പത്രത്തിൽ നൽകിയതിലൂടെ എന്താണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്കൊന്നും തന്നെ ഈ അഭിമുഖം നൽകാതെ അത് ഹിന്ദു പത്രത്തിന് നൽകിയതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ദേശീയ തലത്തിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം വേറെ എന്ന രീതിയിൽ തന്നെയാണ് അൻവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവർ ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിലും സജീവമായ പ്രസംഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ തന്നെയാണ് അൻവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ അൻവർ നിലവിൽ ഇന്ന് തീരുമാനിച്ചിട്ടുള്ള വിശദീകരണ യോഗം ഇന്ന് നടക്കുന്നില്ല. അദ്ദേഹത്തിന് കടുത്ത തൊണ്ടവേദന എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ തന്നെ നിശ്ചയിച്ചത്. ആ വേദികളിലൊക്കെ തന്നെ ഇക്കാര്യം തന്നെയായിരിക്കും അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുക. നിലവിൽ CPM-നെയും സർക്കാരിനെയും ആക്രമിക്കാനുള്ള പുതിയ ആയുധം എന്ന നിലയിൽ തന്നെയാണ് അൻവർ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് സജീവമായി നിലനിർത്താൻ തന്നെയാവും അൻവർ നീങ്ങുക. ഇന്നിപ്പോൾ ഒരുപക്ഷേ ഈ വിശദീകരണ യോഗം മാറ്റിവെച്ചെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണാനും അൻവർ തയ്യാറാകാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടിയുണ്ട്. ഉമേഷ്, ഏതായാലും അൻവർ വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഈ CPIM ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? കാരണം വലിയ രീതിയിലുള്ള ഒരു വിമർശനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയൊരു അഭിമുഖം, അതിനകത്ത് മലപ്പുറത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടൊരു പരാമർശം, ഏതായാലും പല കോണുകളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ CPIM ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക? ഉമേഷ്, CPM-ന് എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് തലവേദനയായിട്ടുണ്ട്, അതിൽ സംശയമില്ല. കാരണം മുൻപ് CPM സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ BJP അടക്കം ഇത്തരം പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയും അതിനെതിരെ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM. അത്തരമൊരു പ്രചാരണം, BJP-യുടെ പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു എന്നാണ് അന്ന് CPM പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി തന്നെ അതേ പ്രസ്താവന ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി BJP നേതാക്കൾ, അതായത് സന്ദീപ് വാര്യർ അടക്കമുള്ള BJP നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ADGP MR അജിത്കുമാർ RSS നേതാക്കളെ കണ്ടത് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കൾ അടക്കം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് BJP നേരത്തെ ഉന്നയിച്ചിരുന്ന മലപ്പുറത്തെ ഹവാല ഇടപാടുകളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള
എന്നുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇനി എങ്ങനെ CPM ഇത് പ്രതിരോധിക്കും എന്നുള്ളതാണ് ചോദ്യം. CPMന് നേരത്തെ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാകുമോ, അതോ മുഖ്യമന്ത്രി പറഞ്ഞ ആ നിലപാട് ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് ഏറ്റവും നിർണായകം. എന്തായാലും മുസ്ലിം ലീഗും കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുമായി ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും അടുത്ത് നിന്ന മുസ്ലിം സംഘടനയാണ് സംസ്ഥയുടെ യുവജന പ്രസ്ഥാനം SYS അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നിലപാട് CPM സ്വീകരിക്കും, മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാകുന്നത്. തുളസി, ശ്രുതി.